ഹലോ ഗായ്സ്, അപ്പം പാർട്ട് 2 ഇന്ന് നമ്മൾ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഒട്ടും വലിച്ചു നിൽക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ച് നമ്മളൊരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഷേപ്പിലാക്കി വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് ആ ഉരുട്ടാനൊരു പാകത്തിന് വേണ്ടിയിട്ടാണ് ഈ ഷേപ്പാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഫില്ലിങ്ങിനായിട്ട് നമ്മൾ ശർക്കര നന്നായിട്ട് കുറുക്കണം. ശർക്കര കുറുക്കുമ്പം ശ്രദ്ധിക്കണം, ഫ്ലെയിം കുറച്ച് വെച്ച് യൂസ് ചെയ്യുക. അതിനുശേഷം ആവശ്യമായിട്ടുള്ള തേങ്ങ അതും നമുക്കതിൻ്റെ മിക്സിൽ ചേർക്കണം. ഈ തേങ്ങയും ശർക്കരയും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എടുത്തേക്കുന്ന മാവിനനുസരിച്ച് വേണം ഇതെല്ലാം എടുക്കുക, ഇല്ലെങ്കിൽ എക്സ്ട്രാ വെറുതെ വേസ്റ്റായി പോവും. അതുകൊണ്ടാണ്. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ചക്കപ്പഴം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചക്കപ്പഴവും കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കാം, കുറച്ച് ടേസ്റ്റ് കൂടും. അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയും ധാരാളം. അതിനുശേഷം നമ്മൾ ഫില്ലിംഗ് പ്രോസസ്സിലൂടെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഫില്ല് ചെയ്യുന്നൊരു ഇതാണ് കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചപ്പാത്തി രൂപത്തിൽ ആക്കി വെച്ചുകൊണ്ട് ഫില്ല് ചെയ്യാൻ കുറച്ച് എളുപ്പമായി. അതിനുശേഷം നമ്മളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിക്കണം. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.